ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ബ്ലോഗിങ് തുടങ്ങിയിട്ടുണ്ടല്ലേ? സംതിങ് ദറ്റ് ടച്ച്ഡ് മൈ ഹാർട്ട് എന്ന് പറയുന്നത് ഈസ് ദർ ഇസ് സോ മച്ച് ഓഫ് ലവ് ആൻഡ് എഫെക്ഷൻ ആൾക്കാരുടെ അടുത്തുനിന്ന്. ആൻഡ് ഒരുപാട് ട്രസ്റ്റ് ഉണ്ട് ദാറ്റ് ഞാൻ ഇനി ഒരുപാട് നല്ല ഫിലിംസ് ഉണ്ടാക്കുന്നു. സോ അതും എനിക്ക് ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ഭയങ്കര സന്തോഷമായി. ആ ഒരു കരുത്ത്, ദാറ്റ്സ് ഇൻസ്പിറേഷൻ. ഇറ്റ്സ് വെരി ഇൻസ്പയറിങ്. സോ അതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് റിയലി പുഷ്ഡ് മീ ഇൻ ടു മൈ നെക്സ്റ്റ് പ്രോജക്റ്റ്. ഈ നെക്സ്റ്റ് പ്രോജക്റ്റിനെ കുറിച്ച് പറയാനായോ? ഇല്ല, നോട്ട് യെറ്റ്. ഇപ്പൊക്കെ പറഞ്ഞ അടുത്ത ദിവസം ആ കഥ എടുത്തിട്ട് വേറെ ആരെങ്കിലും തുടങ്ങും. പണം വേണ്ട. അച്ഛൻ ആർമി ഓഫീസർ ആയിരുന്നു അല്ലേ? ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാണോ അല്ലേ? സോ ആൻഡ് യു ഹാഡ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു വീട്ടിൽ, ഭയങ്കര അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട്. അങ്ങനെ ഫിലിംസിൽ അങ്ങനെയുള്ളത് പോലെ ഒന്നല്ല ജീവിതത്തിൽ. എൻ്റെ അമ്മ ആക്ച്വലി എൻ്റെ അമ്മയാണ് ഡിസിപ്ലിനേറിയൻ. അച്ഛൻ ഭയങ്കര സോഫ്റ്റ്, ടോട്ടലി ഡിഫറെൻറ്റ്. ബോത്ത് അങ്ങനെ. ബിക്കോസ് ഇപ്പോൾ 40 വയസ്സാകുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ് ഓൺലി. 4 വയസ്സിൽ ചോദിക്കുമ്പോൾ വേറെ ആൻസർ ആയിട്ടുണ്ടാവും. വീട്ടിൽ ഞാൻ അമ്മയുടെ മോള്, അത്രേ ഉള്ളൂ. യു ഡു യുവർ വർക്ക്, യു ഡു യുവർ ബെഡ്, പ്ലേറ്റ് എടുത്തിട്ട് കഴുകുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഐ തിങ്ക് അതായിരുന്നു ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ബിക്കോസ് നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ മറന്നു പോയാലാണ് ഒരുപാട് കുഴപ്പങ്ങൾ വരുന്നത്. ആൻഡ് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് പോകുമ്പോൾ ചെയർ കൊണ്ടുവന്ന് ഓടിക്കൊണ്ടുവന്ന് വെക്കുന്നതും സ്റ്റാറായിട്ട് ഇങ്ങനെ സങ്കല്പം നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാക്കുന്നതും അതൊക്കെ ചിലപ്പോൾ വേറൊരു വഴിയിൽ പോയിട്ടുണ്ടാവും. ബട്ട് പേരൻസ് ലൈക്ക് ദിസ് മേക്ക് ഇറ്റ് റിയലി ബ്യൂട്ടിഫുൾ. ഈ ഭൂമിനെ വിട്ടിട്ട് ഞാൻ പോയിട്ടേ ഇല്ല, 1 ഇഞ്ച് പോലും പോയിട്ടില്ല. അവിടെ തന്നെ റൂട്ടഡ് ആണ്. വെരി ഡിഫറെൻറ്റ്. ഞാൻ ഒരു കുറേയും കൂടി ആർട്ടിസ്റ്റിക് ആണ്, അവൾ കുറേയും കൂടി സ്പോർട്ടിങ് പേഴ്സൺ ആണ്. ആൻഡ് കാണാനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ എപ്പോഴും കുറച്ചൊരു തടിച്ചുണ്ട ക്ലാസ് ആയിരുന്നു, അവൾ എപ്പോഴും മെലിഞ്ഞിട്ടാണ്. സോ ഇപ്പോൾ ഷീസ് എ പൈലറ്റ് ജെറ്റ് എയർവേസിൽ. സോ അത് ഷീസ് എ വെരി ഹാപ്പി, ഫ്ലൈയിങ് ഓൾ ദ ടൈം. ആൻഡ് അവൾ ചെറുപ്പത്തിൽ തന്നെ ഡിസൈഡ് ചെയ്തതാണ് ഞാൻ ഒരു പ്ലെയിനിൻ്റെ ഡ്രൈവർ ആവും. അപ്പോൾ അങ്ങനെ ആലോചിച്ചത് ചെയ്തു, അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ആശ എന്നല്ല, ഇപ്പോൾ ഐ തിങ്ക് അച്ഛനും അമ്മയും ആഷു എന്ന് വിളിച്ചിരുന്നു, മുത്തശ്ശൻ ആഷ് എന്ന് വിളിച്ചിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് യു റിയലി ലോസ്റ്റ് വേർ ദിസ് ഓൾഡ് ആശ വാസ്? അങ്ങനെ ഒന്നുമില്ല. വാട്ട് ഈസ് ഇൻ എ നെയിം? ഞാൻ അതേ ആളല്ലേ. വെദർ പീപ്പിൾ കോൾ മീ ആശ ഓർ ആഷു ഓർ രേവതി ഓർ വാട്ടെവർ. മുത്തശ്ശൻ്റെ കൂടെയുള്ള കുറേ നാട്ടിലെ ഹോളിഡേയ്സിന് പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. പാലക്കാടല്ല, ഷൊർണൂറിലായിരുന്നു. എൻ്റെ ഡയറക്റ്റ് മുത്തശ്ശനല്ല, എൻ്റെ വല്യമ്മയുടെ ഫാദറിലോ ആണ് ഞങ്ങൾക്ക് മുത്തശ്ശൻ. എവിടെയോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങേർക്ക് 10 മക്കളായിരുന്നു, അവരുടെ ഒരുപാട് മക്കളും. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്നെയും എൻ്റെ സിസ്റ്ററിനെയും. ഞങ്ങൾ ഫേവറേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ ആയിരുന്നു. എല്ലാം സമ്മർ വെക്കേഷൻ അവിടെ പോകും. ആൻഡ് അവിടെ ഷൊർണൂരിൽ പുഴയിൽ കുളിക്കുന്നതും അവിടെ നിന്ന് നടന്ന് വന്നിട്ട് അമ്പലത്തിൽ പോകുന്നതും. അവിടെ ഒരു ടൈൽസ് വർക്ക് കമ്പനി ഉണ്ടായിരുന്നു. ആ ടൈൽസ് വർക്ക് കമ്പനിയിൽ ആ ക്ലേയിലായിരുന്നു ഞങ്ങളുടെ കളി മുഴുവനും. അതിൽ ആ മണ്ണിൽ കൈ കെട്ടിട്ട് ഐ മിസ് ദാറ്റ്. ബിക്കോസ് ആ വീടില്ല. ഞാൻ ആക്ട്രസ് ആവുന്നതിന് മുമ്പ് തന്നെ അത് വിറ്റു. മുത്തശ്ശനും ഇല്ല. എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ അത് മേടിച്ച് വെച്ചേനെ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലേ. സോ ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ പോയാൽ കേരളത്തിൽ പോയിട്ട് താമസിക്കാൻ എനിക്ക് സ്ഥലമില്ല. എല്ലാം മോഡേൺ ഫ്ലാറ്റ്സും വീടുകളാണ്. അങ്ങനെ തറവാടായിട്ടും ഒന്നുമില്ല. സോ ഐ ഫീൽ വെരി സാഡ്. ആദ്യം അരങ്ങേറ്റം 1979 മാർച്ച് 2. നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ രേഖ. Not bad. അത് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു. So then you went to see യേശുദാസിനെ അന്ന് രാവിലെ കാണാൻ പോയി എന്ന് പറഞ്ഞു. അനുഗ്രഹം അന്ന് രാവിലെ അല്ല, അമ്മ ആക്ച്വലി ദാസേട്ടൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഭയങ്കര ഫാനാണ് ദാസേട്ടൻ്റെ അമ്മ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നല്ലോണം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ചന്ദനക്കുറി ഇട്ട് തന്നു. അന്ന് എല്ലാവരും എൻ്റെ നെറ്റിയാണ് തൊടുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇത് മായ്ക്കേയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. 12 വയസ്സല്ലേ അപ്പോൾ. രണ്ടുപേരായിരുന്നു അല്ലേ ഗുരു എന്ന് വിളിക്കാവുന്ന?
അതെ, ശകുന്തള ശകുന്തള രാമചന്ദ്രൻ. ഇപ്പോൾ ശകുന്തള ടീച്ചറിൻ്റെ എൽഡർ സിസ്റ്റർ രംഗനായകി ജയറാം. ഡാൻസ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു മെഡിറ്റേഷൻ പോലത്തെ ഒരു സാധനം. എനിക്ക് ആലോചിക്കുമ്പോൾ പോയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, അങ്ങനത്തെ ഒരു ഐ എം വെരി പൊസസീവ് അബൌട്ട് മൈ ഡാൻസ്. അവിടെ ഇവിടെ ഒന്നും പോയിട്ട് ഡാൻസ് ചെയ്യില്ല. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിൽ മാത്രമേ ഞാൻ ഡാൻസ് ചെയ്യുള്ളൂ. അത് ഈ മിത്ര ഡയറക്ഷൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹോൾ ലൈഫ് സ്റ്റൈൽ മാറി, എൻ്റെ ടൈമിങ് എല്ലാം മാറി. ബിക്കോസ് പെട്ടെന്ന് എൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന എൻ്റെ സമയം എൻ്റെ കൺട്രോളിലല്ല, മറ്റവരുടെ അപ്പോയിൻമെൻറ്റ്സും മറ്റവരുടെ സമയത്തിന് ആയിരുന്നു എൻ്റെ ടൈമിങ്. അങ്ങനെ മാറിയപ്പോൾ അങ്ങനെ വിട്ടുപോയതാണ്. പിന്നെ ഒരു ചേഞ്ച് ഇൻ മൈ ലൈഫ്. ഐ തിങ്ക് അതാണ് എൻ്റെ ലൈഫിൽ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ചേഞ്ചസ് ഒരുപാട് ഇഷ്ടമാണ്. I don't like to stagnate with one profession, one talent, one career. എനിക്ക് I like to change and do different things. അതുകൊണ്ടാണോ റാലീസിനൊക്കെ പോകുന്നത്? എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ. ബട്ട് I'm lucky that I was able to do a lot of things. Whether it is car rallies or whether it is ശ്രീപെരുമ്പത്തൂരിൽ പോയിട്ട് വെറുതെ ഒന്ന് കാർ റേസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ സെയിലിംഗ്, ഒരുപാട്. ഐ ജംപ് ഫ്രം ദ ഹെലികോപ്റ്റർ കോയമ്പത്തൂരിൽ 4000 ഫീറ്റിൽ നിന്ന് ചാടി, പാരഷൂട്ട്. സോ ഇങ്ങനത്തെ പല കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യു ലവ് ഡോഗ്സ്. അതെ, എത്ര പേരുണ്ട്? ഒന്നേ ഉള്ളൂ. അപ്പോൾ അപ്പാർട്ട്മെന്റിലുള്ളത് കൊണ്ട് നമുക്ക് പറ്റില്ലല്ലോ. So when I build my independent house, yes, I will have many. Are you like a ഭയങ്കര ഫുഡി ആണോ? എനിക്ക് ഇഷ്ടമാണ് നല്ല ഷാപ്പാട് ഇഷ്ടമാണ്. അത് കാണുന്നുണ്ടല്ലോ പിന്നെ. സോ നല്ല ഷാപ്പാട് ഇഷ്ടമാണ്. അത് എങ്ങനെയാ കുക്ക് ചെയ്യേണ്ട എന്ന് പഠിക്കാനും ഇഷ്ടമാണ്. എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്. I cook everything. എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആക്ച്വലി ഐ ക്യാൻ ഡു എ കംപ്ലീറ്റ് ഓണസദ്യ. എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പ്രശ്നമില്ല. അവിയൽ ഓലന് കാളന് പുളിയിഞ്ചി മാത്രം ശരിയാവില്ല. ഇത്രയും നന്നായി മലയാളത്തിൽ എന്നോട് സംസാരിച്ചു, പിന്നെ മലയാളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ ഡബ് ചെയ്യാഞ്ഞത്? മലയാളം ഫുള്ളി വിത്ത് ഇംഗ്ലീഷ് അല്ല ഞാൻ സംസാരിക്കുന്നത്. അല്ല, എൻ്റെ മലയാളം നിങ്ങൾ കേരളയിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന മലയാളം അല്ല, കുറച്ച് ഡിഫറെൻറ്റ്. ഡെഫിനറ്റ്ലി ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ചില ഡയറക്ടേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു പേഷ്യൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സി ബി മലയാൽ, ടി വി ചന്ദ്രൻ, അവരെല്ലാം. സോ അവരുടെ ഫിലിംസിൽ ഞാൻ എൻ്റെ സ്വന്തം വോയിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിലുക്കത്തിൽ ആദ്യത്തെ ആ പോർഷൻ പ്രിയം പറഞ്ഞു, രേവതി ചെയ്താലേ അത് ശരിയാവുള്ളൂ, അതിൻ്റെ ഒരു ഭംഗി, ആ കൊരങ്ങാന്ന് പറഞ്ഞതും പിന്നെ എരി എന്ന് പറയണതും, പിന്നെ ആ ഫുൾ ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ അങ്കമാലിയിലത്തെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു, പ്രധാനമന്ത്രി എന്നാണെന്ന്. സോ അതൊക്കെ പ്രിയൻ ഫെൽറ്റ് ഇത് തന്നെ. സെക്കൻഡ് ഹാഫും ഞാൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഓഫ്കോഴ്സ് എൻ്റെ മലയാളികൾക്ക് ആർക്കും ഇഷ്ടാവില്ല. എന്ത് ചെയ്യാനാ? സോ അങ്ങനെ. ബട്ട് ഇറ്റ്സ് ഓക്കെ, യുനോ, ഇറ്റ്സ് ഓക്കെ. മറ്റേ ഇനി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ മലയാളം ഇപ്പോൾ ഈയിടയ്ക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. തമിഴിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ വീട്ടിൽ ഞാൻ ബേസിക്കലി ആ ബ്രാഹ്മൺ തമിഴ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. സോ മൺവാസിൻ്റെ ഭാരതരാജ പറഞ്ഞത്, ഐ ലൈക്ക് ദിസ് വോയിസ്, ഐ വോണ്ട് യു ടു ഡബ്. എൻ്റെ ഡബ്ബിങ് മാത്രം 7 ദിവസം എടുത്ത് ഡബ് ചെയ്തതാണ്. എനിക്ക് മറക്കാനേ പറ്റില്ല, രാവിലെ തൊട്ട് രാത്രി വരെ. എനിക്ക് കരച്ചിൽ വരും. ബട്ട് അത്രയും എഫേർട്ട് എടുക്കാൻ ഹി വാസ് റെഡി. ചില ഫ്രണ്ട്സൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും, എന്നിട്ട് അത് തിരിച്ച് നമുക്കത് കിട്ടിയെന്ന് വരില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് ഇപ്പോൾ ഉണ്ടോ? വിഷമാവാറുണ്ടോ? അതൊക്കെ വെൻ ഐ വാസ് സ്ലൈറ്റ്ലി യങ്ങർ, നോട്ട് എനിമോർ. നൗ ഇറ്റ് ഈസ് ഐ വോണ്ട് ടു ബി ഹാപ്പി. അത്രയേ ഉള്ളൂ. ആൻഡ് എനിക്ക് എല്ലാത്തിലും നല്ല കാര്യങ്ങൾ എന്തിലും ഐ തിങ്ക് ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ദാറ്റ് മൈ പേരൻസ് ഹാവ് ഗിവൻ മീ. എന്തിലും നല്ലത് കാണാനുള്ള ഒരു ശക്തി കൊടുത്തിട്ടുണ്ട്, യുനോ, നോട്ട് ചീത്തത്. അപ്പോൾ ഈ അടുത്ത പ്രൊജക്റ്റിൻ്റെ പണിപ്പുരയിലെന്ന് അറിയാം, അത് ഏകദേശം ഒരു ഐഡിയേറ്റിംഗ് സ്റ്റേജിലായിരിക്കണം. ഐഡിയേറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഫൗണ്ടേഷനിൽ തുടങ്ങാൻ പോവാണ്. ഷൂട്ടിംഗ് ഒക്കെ എന്നാണെന്നുണ്ടോ? ഇല്ല, ഷൂട്ടിംഗ് നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ 1-2 ഡ്രാഫ്റ്റ്സ് ചെയ്യുമല്ലോ.
ആദ്യത്തെ ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാസ്റ്റിംഗ് തുടങ്ങുള്ളൂ. കാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ പിന്നെ ഡേറ്റ്സ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. പിന്നെ ഞാൻ 2-3 ഡ്രാഫ്റ്റ്സ് ചെയ്യും. ആ തിരക്കിൽ നിന്ന്, ആ സ്ക്രിപ്റ്റിൻ്റെ തിരക്കിൽ നിന്ന് ഞാൻ കുറച്ച് നേരം ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം. ഈ തിരക്കിൽ അല്പം നേരത്തിൽ വന്ന് കുറച്ച് സമയം ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഐ വോണ്ട് ടു സീ യു ഓൾവേസ് ഹാപ്പി ആൻഡ് യു വിൽ ബി ഹാപ്പി. Thank you so much, Rekha.